പുതിയ തൊഴിലുറപ്പ് നിയമത്തിന് അംഗീകാരം. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവച്ചു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിബിജി റാംജി ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പിട്ടു. ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായതിന് പിന്നാലെയാണ് ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീണ ബിൽ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. പുതിയ ബില്ലിൽ ഗ്രാമീണരായ കുടുംബങ്ങൾക്കുള്ള തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ദിവസമായി ഉയർത്തിയിട്ടുണ്ട്. ഇത് വരുമാന സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്രം അവകാശപ്പെടുന്നു. അതേസമയം തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കിയതിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധത്തിലാണ്. പുതിയ ബില്ല് സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത വരുത്തുമെന്നാണ് വിമർശനം. അതിനിടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ കേരളത്തിലും പ്രതിഷേധമുണ്ടായിരുന്നു. ആവശ്യാനുസരണം ഫണ്ട് അനുവദിക്കുകയെന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്രത്തെ നിയമപരമായി ഒഴിവാക്കുന്നതാണ് ബില്ലിലെ വ്യവസ്ഥകൾ. പദ്ധതിയുടെ പേരുമാറ്റം മഹാത്മാഗാന്ധിയെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ബില്ല് അടിയന്തരമായി പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണം. ആവശ്യത്തിന് ഫണ്ടുകൾ അനുവദിച്ചും 200 തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തിയും സർവത്രികമാക്കിയും തൊഴിലുറപ്പ് പദ്ധതിയെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് LDF പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് സിമലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.